മിക്ക ആളുകൾക്കും ഇതറിയില്ല. പക്ഷെ ലോകമെമ്പാടും കൃത്യമായി പറഞ്ഞാൽ 3297 എഡിബിൾ സീഡ് വെറൈറ്റീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പർവ്വതങ്ങളിൽ വളരുന്ന പുരാതന ധാന്യങ്ങൾ മുതൽ വിദൂര ഗ്രാമങ്ങളിൽ ഉപയോഗിക്കുന്ന ചെറിയ ഔഷധ വിത്തുകൾ വരെ, സർവകലാശാല ലബോറട്ടറികളിൽ നിശബ്ദമായി പഠിച്ച ഉയർന്ന പ്രോട്ടീൻ വിത്തുകൾ വരെ ഇതിലുണ്ട്. എന്നാൽ ആരും മുതിർന്നവർക്ക് പറഞ്ഞു കൊടുക്കാത്ത ഞെട്ടിക്കുന്ന സത്യം ഇതാണ്: ഈ 3297 വിത്തുകളിൽ പ്രായമാകുന്ന മസിൽസിന് കാര്യക്ഷമമായി ഉപയോഗിക്കാൻ കഴിയുന്ന പ്രോട്ടീനുകൾ, എൻസൈമുകൾ, അമിനോ ആസിഡ് ഘടനകൾ എന്നിവയുടെ അപൂർവ കോമ്പിനേഷൻസ് വിരലിലെണ്ണാവുന്നവയിൽ മാത്രമേ അടങ്ങിയിട്ടുള്ളൂ. 70 വയസ്സിന് ശേഷം നിങ്ങളുടെ പേശികൾ സാധാരണ പ്രോട്ടീനിനെ പ്രതിരോധിക്കും. ഈ അവസ്ഥയെ ശാസ്ത്രജ്ഞർ അനാബോളിക് റെസിസ്റ്റൻസ് എന്നാണ് വിളിക്കുന്നത്. അതായത് നിങ്ങൾ മുട്ട, ചിക്കൻ, മീൻ അല്ലെങ്കിൽ പ്രോട്ടീൻ പൗഡർ കഴിച്ചാലും ശരി, ആ പ്രോട്ടീനെ യഥാർത്ഥ മസിൽസ് ആക്കി മാറ്റാൻ നിങ്ങളുടെ ശരീരം പലപ്പോഴും പാടുപെടുന്നു. അതുകൊണ്ടാണ് പല മുതിർന്നവരും പറയുന്നത് അവരുടെ കാലുകൾ ഇപ്പോഴും മെലിഞ്ഞതായി തോന്നുന്നു, അവരുടെ ബാലൻസ് ഇളകിയിരിക്കുന്നു, എന്ത് കഴിച്ചാലും അവരുടെ ശക്തി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ. എന്നാൽ ഞാൻ പറയാൻ പോകുന്ന ഈ 5 ശ്രദ്ധേയമായ വിത്തുകൾ വ്യത്യസ്തമായി പ്രവർത്തിക്കുന്നു. ഈ വീഡിയോയിൽ 70 വയസ്സിനു ശേഷം പേശികളുടെ ആരോഗ്യത്തെ പിന്തുണയ്ക്കാൻ സഹായിക്കുന്ന 5 വിത്തുകൾ ഞങ്ങൾ വെളിപ്പെടുത്താൻ പോകുകയാണ്. ഏറ്റവും ആശ്ചര്യകരമായ ഭാഗം ഇതാണ്: ഈ 5 വിത്തുകളിൽ ഒരു വിത്ത് മറ്റെല്ലാറ്റിനേക്കാളും മികച്ചതാണ്. പ്രായമാകുമ്പോൾ സ്വാഭാവികമായി ദഹനം മന്ദഗതിയിലാകുമ്പോൾ പോലും പേശികളുടെ നന്നാക്കലിനെ പിന്തുണയ്ക്കുന്ന ഒരു സവിശേഷ അമിനോ ആസിഡ് പ്രൊഫൈൽ ഇതിൽ അടങ്ങിയിട്ടുണ്ടെന്ന് ഗവേഷകർ കണ്ടെത്തി. ഞങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ പ്രായവും നിങ്ങൾ എവിടെ നിന്നാണ് കാണുന്നതെന്നും താഴെയുള്ള കമൻറ്റ് ബോക്സിൽ ഞങ്ങളെ അറിയിക്കുമല്ലോ. ലോകമെമ്പാടുമുള്ള കാഴ്ചക്കാരിൽ നിന്നുള്ള ഓരോ അഭിപ്രായവും കേൾക്കലും ഞങ്ങൾ ആസ്വദിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കല്ലേ. സീഡ് നമ്പർ 5, ക്വിനോവ അഥവാ കിൻവ. ഇതുപയോഗിച്ച് ഉപ്പുമാവും, പുട്ട്, പുലാവും തുടങ്ങിയ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാം. ക്വിനോവ യഥാർത്ഥത്തിൽ ഒരു വിത്താണെന്നും ഒരു ധാന്യമല്ലെന്നും മിക്ക ആളുകൾക്കും അറിയില്ല. ആ തെറ്റിദ്ധാരണ കാരണം പലരും പ്രകൃതിയിലെ ഏറ്റവും ശ്രദ്ധേയമായ പ്ലാന്റ് പ്രോട്ടീനിൻ്റെ ഉറവിടങ്ങളിൽ ഒന്നിനെ അവഗണിക്കുകയാണ്. ക്വിനോവയിൽ 9 എസൻഷ്യൽ അമിനോ ആസിഡുകളും അടങ്ങിയിരിക്കുന്നതിനാൽ ഇതൊരു കംപ്ലീറ്റ് പ്രോട്ടീൻ എന്നറിയപ്പെടുന്നു. ചില ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നത് ക്വിനോവ പ്രോട്ടീൻ വളരെ ദഹിക്കുന്നതാണ്. ഇത് മുതിർന്നവർക്ക് അനുയോജ്യമായ ഭക്ഷണക്രമത്തിൽ ഒരു മികച്ച കൂട്ടിച്ചേർക്കലായി മാറുന്നു. ഗവേഷകർ ക്വിനോവയെ ഇത്ര രസകരമായി കണ്ടെത്തുന്നതിൻ്റെ ഒരു കാരണം ശരിയായ പോഷകാഹാരവും റെസിസ്റ്റൻസ് എക്സസൈസും സംയോജിപ്പിക്കുമ്പോൾ ആരോഗ്യകരമായ പേശികളുടെ പ്രവർത്തനത്തെ പിന്തുണയ്ക്കാൻ സഹായിക്കുന്ന നാച്ചുറലായി ഉണ്ടാകുന്ന പ്ലാന്റ് കോമ്പൗണ്ട്സും ഇതിൽ അടങ്ങിയിരിക്കുന്നു എന്നതാണ്. ക്വിനോവയിൽ നിന്ന് പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിന് പല പോഷകാഹാര വിദഗ്ധരും പാചകം ചെയ്യുന്നതിന് മുമ്പ് ഇത് നന്നായി കഴുകാൻ ശുപാർശ ചെയ്യുന്നുണ്ട്. ഇത് സാപ്പോണിൻ എന്നറിയപ്പെടുന്ന അതിൻ്റെ നാച്ചുറൽ കോട്ടിംഗ് നീക്കം ചെയ്യുന്നു. ഇത് കൈപ്പേറിയ രുചി നൽകുന്നു. ഒരു കപ്പ് വേവിച്ച ക്വിനോവയിൽ ഏകദേശം 8 ഗ്രാം പ്രോട്ടീൻ, മഗ്നീഷ്യം, അയൺ, നോർമൽ മസിൽ നെർവ് ഫംഗ്ഷനെ പിന്തുണയ്ക്കുന്ന മറ്റ് പ്രധാന പോഷകങ്ങളൊക്കെ നൽകുന്നുണ്ട്. ക്വിനോവയുടെ മറ്റൊരു ഗുണം അതിലെ ലൈസിൻ ഉള്ളടക്കമാണ്. സാധാരണ ടിഷ്യൂ റിപ്പയറിനും പ്രോട്ടീൻ സിന്തസിസിലും ഉൾപ്പെടുന്ന ഒരു എസൻഷ്യൽ അമിനോ ആസിഡാണ് ലൈസിൻ. ഇത് പ്രായമാകുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് വിലപ്പെട്ടതാണ്. ഒരു ഭക്ഷണത്തിനും വാർദ്ധക്യവുമായി ബന്ധപ്പെട്ട പേശികളുടെ നഷ്ടം തടയാൻ കഴിയില്ലെങ്കിലും സമീകൃതവും പ്രോട്ടീൻ സമ്പുഷ്ടവുമായ ഭക്ഷണത്തിൻ്റെ ഭാഗമായി ക്വിനോവയ്ക്ക് തീർച്ചയായും ഒരു പ്രധാന പങ്ക് വഹിക്കാൻ കഴിയുന്നു. ഞങ്ങൾ തുടരുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ വീഡിയോ ആസ്വദിച്ചിട്ടുണ്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യാനും ഒരു നിമിഷം എടുക്കുമല്ലോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സീഡ് നമ്പർ 4, പംകിൻ സീഡ്സ് അഥവാ മത്തങ്ങ വിത്തുകൾ. മത്തങ്ങ വിത്തുകൾ ചെറുതായിരിക്കാം, പക്ഷെ നമ്മൾ പ്രായമാകും തോറും കൂടുതൽ പ്രാധാന്യമർഹിക്കുന്ന പോഷകങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു. ഒരു 25 ഗ്രാം മത്തങ്ങ വിത്തുകൾ ഏകദേശം 9 ഗ്രാം പ്രോട്ടീൻ നൽകുന്നുണ്ട്. അതോടൊപ്പം ധാരാളം സിങ്ക്, മഗ്നീഷ്യം, അയൺ, ആരോഗ്യകരമായ കൊഴുപ്പുകൾ എന്നിവയും നൽകുന്നു. ഈ പോഷകങ്ങൾ സാധാരണ പേശികളുടെ പ്രവർത്തനം, ഊർജ്ജ ഉൽപ്പാദനം, മൊത്തത്തിലുള്ള ആരോഗ്യം എന്നിവയെ പിന്തുണയ്ക്കാൻ സഹായിക്കുന്നു. പ്രത്യേകിച്ച് രോഗപ്രതിരോധ പ്രവർത്തനം, ഹോർമോൺ ഉൽപ്പാദനം എന്നിവയുൾപ്പെടെ ശരീരത്തിലുടനീളമുള്ള പല പ്രക്രിയകളിലും സിങ്ക് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ഈ പോഷകങ്ങൾ ഒരുമിച്ച് മത്തങ്ങ വിത്തുകളെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ചേർക്കാൻ കഴിയുന്ന ഏറ്റവും പോഷകസമൃദ്ധമായ ഭക്ഷണങ്ങളിൽ ഒന്നാക്കി മാറ്റുന്നു. ശരിയായ പോഷകാഹാരവും പതിവ് വ്യായാമവും സംയോജിപ്പിച്ച് മത്തങ്ങ വിത്തുകൾ പതിവായി കഴിക്കുന്നത് പ്രായമായവരിൽ പേശികളുടെ ആരോഗ്യത്തെ പിന്തുണയ്ക്കാൻ സഹായിക്കുമോ എന്ന് ചില പഠനങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്. ദഹനം മെച്ചപ്പെടുത്തുന്നതിന് പലരും മത്തങ്ങ വിത്തുകൾ ചെറുതായി വറക്കുകയോ കഴിക്കുന്നതിന് മുമ്പ് കുതിർക്കുകയോ ചെയ്യുന്നു. ഓട്ട് മീൽ, തൈര്, സ്മൂത്തികൾ അല്ലെങ്കിൽ സൂപ്പുകളിൽ ഉൾപ്പെടുത്തുന്നത് എളുപ്പമാക്കുന്നതിനുള്ള മറ്റൊരു ലളിതമായ മാർഗമാണ് അവയെ ഒരു കോഴ്സ് പൗഡറായി പൊടിക്കുന്നത്. ചില ന്യൂട്രീഷനിസ്റ്റുമാർ കാൽസ്യം അടങ്ങിയ ഭക്ഷണങ്ങൾക്കൊപ്പം കഴിക്കുന്നതിന് പകരം ഭക്ഷണത്തിനിടയിൽ മത്തങ്ങ വിത്തുകൾ കഴിക്കാൻ ശുപാർശ ചെയ്യുന്നുണ്ട്.
കാരണം ഇതിലെ ചില മിനറൽസ് അബ്സോർബ് ചെയ്യാൻ മത്സരിക്കുന്നു. മറ്റൊരു ഗുണം, മത്തങ്ങ വിത്തുകളിൽ അമിനോ ആസിഡ് അർജിനൈൻ അടങ്ങിയിട്ടുണ്ട്. ഇത് ശരീരം നൈട്രിക് ഓക്സൈഡ് ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. ആരോഗ്യകരമായ ബ്ലഡ് ഫ്ലോയിൽ ഉൾപ്പെടുന്ന ഒരു കോമ്പൗണ്ടാണ് ഈ സീഡ്. എന്നാൽ ഞങ്ങളുടെ ലിസ്റ്റിലെ അടുത്ത വിത്ത് പ്രോട്ടീൻ ന്യൂട്രീഷനെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ്. ഇതിൽ കൂടുതൽ കംപ്ലീറ്റ് പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നു. മാത്രമല്ല നിരവധി കായിക താരങ്ങൾക്കും ആരോഗ്യ വിദഗ്ധർക്കും ഒരുപോലെ പ്രിയപ്പെട്ടതായി മാറിയിരിക്കുന്നു. സീഡ് നമ്പർ 3 ഹെംപ് സീഡ്സ് അഥവാ ചണവിത്ത്. കഞ്ചാവ് ചെടിയുടെ വിത്തുകളാണ് ഇവ. ഭക്ഷണയോഗ്യമായ ഈ വിത്തുകൾ പ്രോട്ടീൻ, ഒമേഗ 3, ഒമേഗ 6, ഫാറ്റി ആസിഡുകൾ എന്നിവയാൽ സമ്പന്നമാണ്. ഇവ ലഹരി ഉണ്ടാക്കുന്നവയല്ല, ഹൃദയ ആരോഗ്യത്തിനും ദഹനത്തിനും ഏറെ ഗുണകരമാണ്. വെറും 3 ടേബിൾ സ്പൂൺ മാത്രം 10 ഗ്രാം കംപ്ലീറ്റ് പ്രോട്ടീൻ നൽകുന്നുണ്ട്. പേശികളുടെ പരിപാലനത്തിനും നന്നാക്കലിനും നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായ 9 എസൻഷ്യൽ അമിനോ ആസിഡുകളും ഇത് നൽകുന്നു. ഹെംപ് പ്രോട്ടീൻ വേറിട്ട് നിൽക്കുന്നതിൻ്റെ ഒരു കാരണം അതിൽ ദഹിപ്പിക്കാവുന്ന 2 പ്രോട്ടീനുകൾ അടങ്ങിയിരിക്കുന്നു എന്നതാണ്: എഡസ്റ്റിൻ, ആൽബുമിൻ. ഈ പ്രോട്ടീനുകൾ ശരീരത്തിന് എളുപ്പത്തിൽ വിഘടിപ്പിക്കാനും ഉപയോഗിക്കാനും കഴിയും. ഇത് പ്രോട്ടീൻ ഉപഭോഗം വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന പ്രായമായവർക്ക് ചണവിത്തുകളെ ഒരു മികച്ച ഓപ്ഷനാക്കി മാറ്റുന്നു. പതിവ് റെസിസ്റ്റൻസ് എക്സസൈസും മൊത്തത്തിലുള്ള ബാലൻസ്ഡ് ഡയറ്റും സംയോജിപ്പിക്കുമ്പോൾ ചണവിത്ത് പേശികളുടെ പരിപാലനത്തെ ഫലപ്രദമായി പിന്തുണയ്ക്കുമെന്ന് ചില ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നു. ചണവിത്തുകൾക്ക് ഇത്രയധികം ശ്രദ്ധ ലഭിക്കാനുള്ള മറ്റൊരു കാരണം അവയുടെ ആരോഗ്യകരമായ ഫാറ്റ് പ്രൊഫൈലാണ്. അവ സ്വാഭാവികമായും ഒമേഗ 6, ഒമേഗ 3 ഫാറ്റി ആസിഡുകളുടെ അനുകൂലമായ സന്തുലിതാവസ്ഥ നൽകുന്നു. ഹൃദയാരോഗ്യത്തെയും ശരീരത്തിലുടനീളം സാധാരണ ഇൻഫ്ലമേഷൻ റെസ്പോൺസിനെയും പിന്തുണയ്ക്കുവാൻ സഹായിക്കുന്ന പോഷകങ്ങളാണ് ഇത്. ഈ അതിലോലമായ കൊഴുപ്പുകൾ അഥവാ ഫാറ്റുകൾ സംരക്ഷിക്കുന്നതിന് ചണവിത്ത് പച്ചയായി കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഉയർന്ന ടെമ്പറേച്ചറിൽ പാകം ചെയ്യുന്നതിന് പകരം സലാഡുകളിൽ വിതറുക, തൈരിൽ ഇളക്കുക, സ്മൂത്തികളിൽ കലർത്തുക, അല്ലെങ്കിൽ ചെറുതായി തണുത്തതിന് ശേഷം ഓട്സ് മീലിൽ ചേർക്കുക. ദിവസം മുഴുവൻ പ്രോട്ടീൻ കഴിക്കുന്നത് നന്നായി പ്രവർത്തിക്കുമെന്ന് പലരും കണ്ടെത്തുന്നു. ഒരു ടേബിൾ സ്പൂൺ ചണവിത്ത് വ്യത്യസ്ത ഭക്ഷണത്തിൽ ചേർക്കുമ്പോൾ ദൈനംദിന പ്രോട്ടീൻ വർദ്ധിപ്പിക്കുന്നതിനും ആരോഗ്യകരമായ കൊഴുപ്പുകളും മിനറൽസും ആസ്വദിക്കുന്നതിനുമുള്ള ഒരു ലളിതമായ മാർഗമാണ്. നമ്മൾ പ്രായമാകുമ്പോൾ ആരോഗ്യകരമായ ബ്ലഡ് സർക്കുലേഷൻ നിലനിർത്തുന്നത് കൂടുതൽ പ്രധാനമായി തീരുന്നു. ചണവിത്തുകളിൽ കാണപ്പെടുന്ന പോഷകങ്ങൾ ശരീരത്തിലുടനീളം ആരോഗ്യകരമായ രക്തപ്രവാഹത്തിനും ഓക്സിജൻ വിതരണത്തിനും സഹായകമായേക്കാം. ചണവിത്തുകൾ തീർച്ചയായും ഒരു അത്ഭുത ഭക്ഷണമല്ലെങ്കിലും മതിയായ പ്രോട്ടീൻ, സ്ട്രെങ്ത് ട്രെയിനിങ്, ആരോഗ്യകരമായ ജീവിതശൈലി ശീലങ്ങൾ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്ന സമീകൃത ആഹാരത്തിന് അവ ഒരു മികച്ച കൂട്ടിച്ചേർക്കലായിരിക്കും. എന്നാൽ ചണവിത്തുകൾ എത്ര ശ്രദ്ധേയമാണെങ്കിലും ശരി, അടുത്ത വിത്ത് തികച്ചും വ്യത്യസ്തമായ ഒന്നാണ് വാഗ്ദാനം ചെയ്യുന്നത്. സീഡ് നമ്പർ 2 ചിയാ സീഡ്സ്. നൂറ്റാണ്ടുകളായി ചിയാ സീഡ്സ് ഊർജത്തിൻ്റെയും പോഷണത്തിൻ്റെയും ഒരു ഉറവിടമായി വിലമതിക്കപ്പെടുന്നു. ഈ ചെറിയ കറുത്ത വിത്തുകൾക്ക് അവയുടെ ഭാരം പല മടങ്ങ് വെള്ളത്തിൽ അബ്സോർബ് ചെയ്യാനുള്ള ശ്രദ്ധേയമായ കഴിവുണ്ട്. ദഹനത്തെ മന്ദഗതിയിലാക്കുകയും പോഷകങ്ങളുടെ സ്ഥിരമായ പ്രകാശനം നൽകാൻ സഹായിക്കുകയും ചെയ്യുന്ന ഒരു സോഫ്റ്റ് ജെൽ ഇത് രൂപപ്പെടുത്തുന്നു. വെറും 2 ടേബിൾ സ്പൂൺ കഴിച്ചാൽ ഏകദേശം 5 ഗ്രാം പ്രോട്ടീൻ, നാരുകൾ, ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ, കാൽഷ്യം, മഗ്നീഷ്യം, ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവ ലഭിക്കുന്നു. ചിയാ വിത്തുകളുടെ ഏറ്റവും വലിയ ഗുണങ്ങളിലൊന്ന് അവ ദഹനത്തെ മന്ദഗതിയിലാക്കാൻ സഹായിക്കുന്നു എന്നതാണ്. പോഷകങ്ങൾ ഒരേ സമയം നൽകുന്നതിന് പകരം അവ രൂപപ്പെടുത്തുന്ന ജെൽ പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും കൂടുതൽ ക്രമേണ അബ്സോർബ് ചെയ്യാൻ അനുവദിക്കുന്നു. ഈ സ്ഥിരമായ ദഹനം ഭക്ഷണത്തിനിടയിൽ സ്ഥിരമായ എനർജി ലെവൽ നിലനിർത്താൻ സഹായിച്ചേക്കാം. ചിയാ സീഡ്സ് നാരുകളുടെ മികച്ച ഉറവിടമാണ്. ഇത് ദഹന ആരോഗ്യത്തെ പിന്തുണയ്ക്കുകയും ഗുണം ചെയ്യുന്ന ഗട്ട് ബാക്ടീരിയകളെ പോഷിപ്പിക്കുകയും ചെയ്യുന്നു. ചിയാ വിത്തുകളിൽ കാണപ്പെടുന്ന മറ്റൊരു വിലയേറിയ പോഷകം കാൽസ്യമാണ്. മഗ്നീഷ്യം, വിറ്റാമിൻ ഡി എന്നിവയ്ക്കൊപ്പം കാൽഷ്യം പ്രവർത്തിക്കുകയും ആരോഗ്യകരമായ അസ്ഥികളെയും സാധാരണ മസിൽ കോൺട്രാക്ഷനെയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. പേശികളുടെയും അസ്ഥികളുടെയും ആരോഗ്യത്തെക്കുറിച്ച് ആശങ്കയുള്ള പ്രായമായവർക്ക് ഈ കോമ്പിനേഷൻ പ്രത്യേകിച്ചും ഗുണം ചെയ്യും. സീഡ് നമ്പർ 1 ഫ്ലാക്സ് സീഡ്സ് അഥവാ ചെറുചന വിത്ത്. പ്രോട്ടീൻ, ആരോഗ്യകരമായ കൊഴുപ്പുകൾ, നാരുകൾ, ആരോഗ്യകരമായ വാർദ്ധക്യത്തെ പിന്തുണയ്ക്കാൻ സഹായിക്കുന്ന അതുല്യമായ പ്ലാൻ കോമ്പൗണ്ട്സ് എന്നിവയുടെ ശ്രദ്ധേയമായ സംയോജനം വാഗ്ദാനം ചെയ്യുന്നതിനാൽ ചെറുചന വിത്തുകൾ അഥവാ ഫ്ലാക്സ് സീഡ്സ് വ്യാപകമായ ശ്രദ്ധ നേടിയിട്ടുണ്ട്. അവയുടെ ഏറ്റവും കൂടുതൽ പഠിച്ച ഘടകങ്ങളിലൊന്ന് ലിഗ്നാനുകൾ എന്നറിയപ്പെടുന്ന പ്രകൃതിദത്ത സംയുക്തങ്ങളുടെ ഒരു കൂട്ടമാണ്. പ്രത്യേകിച്ച് നമ്മൾ പ്രായമാകുമ്പോൾ മൊത്തത്തിലുള്ള ആരോഗ്യത്തെ പിന്തുണയ്ക്കുന്നതിൽ അവയുടെ സാധ്യതയുള്ള പങ്കിനെക്കുറിച്ച് വിപുലമായി ഗവേഷണം നടത്തിയിട്ടുള്ള ശക്തമായ ആൻറ്റി ഓക്സിഡൻറ്റുകളാണ് ലിഗ്നാനുകൾ. ലിഗ്നാനുകൾക്കൊപ്പം ചെറുചന വിത്തുകൾ 3 ടേബിൾ സ്പൂണിന് ഏകദേശം 6 ഗ്രാം പ്രോട്ടീൻ വരെ നൽകുന്നു. ഇത് പ്രോട്ടീൻ സമ്പുഷ്ടമായ ഭക്ഷണത്തിന് വിലപ്പെട്ട ഒരു കൂട്ടിച്ചേർക്കലാക്കി മാറ്റുന്നു. ഹൃദയാരോഗ്യം,
തലച്ചോറിൻ്റെ പ്രവർത്തനം, നോർമൽ ഇൻഫ്ലമേറ്ററി ബാലൻസ് എന്നിവയെ പിന്തുണയ്ക്കുന്ന ഒമേഗ 3 ഫാറ്റി ആസിഡായ ആൽഫ ലിനോലെനിക് ആസിഡിൻ്റെ ഏറ്റവും സമ്പന്നമായ സ്രോതസ്സുകളിൽ ഒന്നാണ് ഇത്. ചെറുചന വിത്തുകളിൽ കാണപ്പെടുന്ന പ്രോട്ടീൻ, നാരുകൾ, ആരോഗ്യകരമായ കൊഴുപ്പുകൾ, ലിഗ്നാനുകൾ എന്നിവയുടെ സംയോജനം ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് എങ്ങനെ കാരണമാകുമെന്ന് ഗവേഷകർ വളരെ കാലമായി താൽപ്പര്യപ്പെട്ടിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, മുഴുവൻ ചെറുചന വിത്തുകളും പലപ്പോഴും ദഹന വ്യവസ്ഥയിലൂടെ പൂർണ്ണമായും വിഘടിപ്പിക്കപ്പെടാതെ കടന്നുപോകുന്നു എന്നതാണ്. അതുകൊണ്ടാണ് പല പോഷകാഹാര വിദഗ്ധരും ചെറുചന വിത്ത് പൊടിച്ച് കഴിക്കാൻ ശുപാർശ ചെയ്യുന്നത്. വീട്ടിലൊരു കോഫി ഗ്രൈൻഡർ ഉപയോഗിച്ച് നിങ്ങൾക്ക് അവ പുതുതായി പൊടിക്കുകയോ മുൻകൂട്ടി പൊടിച്ച ചണവിത്ത് വാങ്ങുകയോ ചെയ്യാം. പുതുമ നിലനിർത്താൻ റെഫ്രിജറേറ്ററിലോ ഫ്രീസറിലോ ചണവിത്ത് സൂക്ഷിക്കുന്നതാണ് നല്ലത്. കാരണം അതിൻ്റെ ആരോഗ്യകരമായ എണ്ണകൾ വായുവിനോടും ചൂടിനോടുമൊക്കെ സെൻസിറ്റീവാണ്. ചണവിത്ത് ആസ്വദിക്കാനുള്ള ഒരു ലളിതമായ മാർഗം 2 ടേബിൾ സ്പൂൺ പുതുതായി പൊടിച്ച ചണവിത്ത് ഓട്സ്, തൈര്, സ്മൂത്തികൾ അല്ലെങ്കിൽ മറ്റ് മൃദുവായ ഭക്ഷണങ്ങളിൽ കലർത്തുക എന്നതാണ്. ചിലർ ഇത് ചെറു ചൂടുള്ള വെള്ളവുമായി സംയോജിപ്പിച്ച് കഴിക്കാൻ എളുപ്പമുള്ള ഒരു ജെൽ പോലുള്ള കൺസിസ്റ്റൻസി സൃഷ്ടിക്കുന്നു. പ്രായമായവർക്ക് മൊത്തത്തിലുള്ള ആരോഗ്യകരമായ ഭക്ഷണത്തിൻ്റെ ഭാഗമായി ഈ പോഷക പിന്തുണ കൂടുതൽ വിലപ്പെട്ടതായി തീരുന്നു. ഇടയ്ക്കിടെ വലിയ അളവിൽ കഴിക്കുന്നതിന് പകരം ചെറിയ അളവിൽ ഫ്ലാക്സ് വിത്തുകൾ സ്ഥിരമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പല ആരോഗ്യ വിദഗ്ധരും ശുപാർശ ചെയ്യുന്നുണ്ട്. നമ്മൾ ചർച്ച ചെയ്ത മറ്റ് വിത്തുകളെപ്പോലെ മതിയായ പ്രോട്ടീൻ, പതിവ് ശാരീരിക പ്രവർത്തനങ്ങൾ, റെസിസ്റ്റൻസ് ട്രെയിനിങ്, ഗുണനിലവാരമുള്ള ഉറക്കം, ആരോഗ്യകരമായ ജീവിതശൈലി ശീലങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന സമീകൃത ഭക്ഷണ രീതിയുടെ ഭാഗമായി ഫ്ലാക്സ് വിത്തുകൾ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നു. പ്രായവുമായി ബന്ധപ്പെട്ട പേശി നഷ്ടം പൂർണ്ണമായും തടയാൻ ഒരൊറ്റ ഭക്ഷണത്തിനും കഴിയില്ല. എന്നാൽ പോഷകസമൃദ്ധമായ ഭക്ഷണങ്ങളും സ്ഥിരമായ ശക്തി പരിശീലനവും ഒരുമിച്ച് ചലനശേഷി, സ്വാതന്ത്ര്യം, ജീവിത നിലവാരം എന്നിവ നിലനിർത്തുന്നതിൽ അർത്ഥവത്തായ വ്യത്യാസം വരുത്തും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുമല്ലോ. വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് പരമാവധി ആളുകൾക്ക് ഷെയർ ചെയ്യണേ.